എല്ലാവർക്കും നമ്മളെ ഒരു മിനിറ്റ് കട്ടേണ്ട കാര്യം പറയും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയും. ആൽമോസ്റ്റ് വെയിറ്റിലാണ്, ക്യൂവിലാണ് വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എടുക്കാൻ പോണോ പാപ്പു? അറിയില്ല, നിങ്ങളല്ലേ പ്ലാൻ ചെയ്തേക്കുന്നേ. പ്ലാനിങ് അറിയാതെ പാപ്പു ചെയ്തേക്കുന്നേ അത് നോക്കണ്ട. വ്ളോഗിൽ കട്ടിങ് ഇല്ല, കട്ടിങ്ങും എടുത്തൊന്നുമില്ല, എല്ലാം വരും. സ്വന്തം ഒന്നും പറയാനില്ല, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എടക്കാട്, എന്താണ് എടക്കാട് പറ്റിയാലും 06 എടട്ടപ്പാറ. ഞങ്ങളെ വ്ളോഗ് എടുക്കാൻ അയക്കുന്നില്ല ഗായ്സ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാലോ, അല്ല ആ പ്രശ്നമില്ല, എന്നാ നമുക്ക് ഹാഫ് വേ കിട്ടും. ഹാഫ് വേ കിട്ടുവേ. വണ്ടി കയറാൻ വിളിച്ചാ അർജന്റില്ല, എന്ത് വേറെ സൗണ്ട് അല്ല പോവാ. അപ്പോ ഫസ്റ്റത്തെ പ്ലാൻ നമ്മൾ മുഞ്ചിരിക്കുന്നു. ആരംഭത്തിൽ ടച്ച് ചെയ്താൽ ചിലപ്പോ വോയിസ് കട്ടാവട്ടോ, അങ്ങനെ ഉണ്ട്. എന്റെ പല ഓഡിയോയിലും ഇജ പിടിച്ചാണ്ട് വോയിസ് കഴിഞ്ഞാണ്. അത് നോക്കിയാ ആദ്യം നോക്കിയാ. അപ്പം ആദ്യത്തെ പരിപാടി മൂഞ്ചിച്ചിട്ടില്ല, അത് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതന്നെ. അപ്പോൾ അത് റെഡി ആവും. അലിഫ്ലാമിനുള്ള സാധനങ്ങൾ ചെക്കന്മാർ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ വണ്ടിയിലുള്ളത് 1 2 3 4 5 ആൾക്കാരാണ്. പപ്പുണ്ട്, ആസിഫ് അലി ഉണ്ട്, പിന്നെ നാനുണ്ട്, ഷാക്കിറക്കയുണ്ട്, ഷവാൽ ഷെറുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഏതാണ് നിമിഷങ്ങളൊക്കെ നമ്മുടെ കോട്ടേജിൽ എത്തിപ്പെടും. കോട്ടേജല്ലേ, എടാട്ടപ്പാറ കോട്ടേജ്. നമ്മൾ കുറേ ആൾക്കാരെ നമ്മുടെ നാട്ടിലെ ചെക്കന്മാരൊക്കെ പോടാണ്, നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. പിന്നെ നമ്മളൊരു പ്രവാസി നാട്ടിലെത്തിയിട്ടുണ്ട്. അവനുള്ള എന്റർടൈൻമെന്റും കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കണം? സന്തോഷം കൊടുക്കുക, അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. പിന്നെ എന്താ പറയാ, പലരും പല ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പപ്പു സാറ് നാളെ പോണില്ല എന്നാണ് പറഞ്ഞത്. നാളെ വർക്കിനാണ്, ട്രാവൽസ് നാളെ ചാവിട്ട് പൂട്ടും. നമ്മള് രാവിലെ 8 മണിക്കാണ് ക്ലോസിംഗ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ 8 മണി ക്ലോസിംഗ് പറഞ്ഞിട്ടുണ്ട്. 3 to 11 ആണെങ്കിൽ 11 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ എല്ലാരും. ലീവ് പറയുമല്ലോ രാത്രി? ഞാനും ലീവ് പറഞ്ഞിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ ആഫ്റ്റർ ലീവ് എടുത്തോളി. ഒരു ടച്ചിന് കൂലിക്കാരായ ലോക്കലൊക്കെ എടുക്കാൻ പറ്റണ ഷാക്കിറിനെ പോലുള്ളവർക്ക് പ്രശ്നമില്ല. ഞാൻ സ്റ്റുഡന്റ് ആണ്. ഇത് ഉണ്ടമ്പുരിയാണ്. ക്ലാസ് ഒക്കെ കട്ടാക്കിയിട്ടാണ് ഞാൻ നാളത്തെ പരിപാടിക്ക്. ഓന്റെ ക്ലാസ് അല്ലെങ്കിൽ മര്യാദ ക്ലാസ്സിന് പോല, ഇങ്ങനെ എന്തേലൊക്കെ വരുമ്പോ മാത്രമേ അവന് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഞാൻ ഇപ്പൊ എന്നും ക്ലാസ്സിന് വേണ്ടി. എന്നിട്ടോ ഇപ്പൊ സ്ഥിരമായില്ല, കാര്യത്തില് സീരിയസ് ആണ്. 2 മാസം കഴിഞ്ഞാ പ്ലേസ്മെന്റ് ആണ്. എവിടെ അറിയില്ല, കിട്ടുമല്ലോ എവിടെയൊക്കെ. 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാ? അതാണോ? അതൊന്നുമില്ല, നമ്മൾ അങ്ങനെ പറ്റിക്കപ്പെടുന്ന സ്ഥാപനത്തിൽ പോവില്ല. എല്ലാ സ്ഥലത്തും അതായിക്കോട്ടെ. എന്നാ രാത്രിയൊക്കെ ടച്ചിങ്സിനുള്ള സാധനം വാങ്ങാനുള്ളത്. എടാ കട്ടഞ്ഞായന്റെ ഒപ്പം കൂടി തിന്നാളെ എങ്ങനെ നമ്മളിപ്പോ ബാങ്ക് ആയിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തി ഒഴിവാക്കി. ടാക്സ് കൊടുക്കണോണ്ടല്ലേ? സ്വന്തമായിട്ട് ബ്രോസ്റ്റ്, 2 ബ്രോസ്റ്റിന്റെ ഔട്ട്ലെറ്റുള്ള മലയാളിയാണ്. ബ്രോസ്റ്റ് അല്ല, ഫ്രൈഡ് ചിക്കൻ അല്ലേ പേര്? ബ്രോസ്റ്റ് എന്താണ് ഇപ്പൊ ഇങ്ങനെ വിസിറ്റിംഗ് ആണ്. ഈ മൈക്കിന്റെ ബോക്സ് ഒക്കെ ഉണ്ടോ അടിക്കാക്കി വെച്ചോ. മൈക്കണ്ടേ? മറ്റേ സാധനം ഇവിടെ ഇതല്ലേ? ഞാൻ കരുതി മറ്റേ എന്തേലും അതിന്റെ പേര്, ഇതിന്റെ പേര് മറ്റേ അവിടുത്തെ പേരെന്തേലും. ഷുഗർ ഫ്രീ ഉണ്ടോ? നമ്മളെ കോട്ടക്കത്തെ പപ്പുന് എന്താ മധുരമില്ലാത്താണ്ട്? എണ്ണ ഇല്ലാത്താണോ?
അത് നാടിവലം. എണ്ണയില്ല മധുരമില്ല. വേറെ എങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ എണ്ണയും മധുരമില്ലാണ്ട്? വെള്ളത്തിലിട്ടാണ്ട് കളിപ്പിച്ചാലോ? തിളപ്പിച്ച് തരുമോ? ഈ എന്താ പറയാ ചക്കപ്പൊരി എണ്ണീട്ട് അല്ല വെള്ളത്തിൽ കളിപ്പിച്ചുണ്ടോ? മിക്സ് ആക്കിയാളാ? പയണ്ട് പയം. മിച്ചറ് മറ്റേ മഞ്ഞ മിച്ചറായിക്കോട്ടെ. അതാകുമ്പോ രാത്രി നല്ല മണം ഉണ്ടാവും. മറ്റേ അൽമുസ്തൊക്കെ വരുന്നോണ്ട്. പപ്പുനെ നമ്മള് വെള്ളത്തിൽ കളിപ്പിച്ച മിച്ചറുണ്ട്. നോക്കിയാ ഇത് വെള്ളത്തിൽ ചൂടാക്കിണ്ടോ? കടലി മിച്ചറിലാക്കും. വ്ളോഗറില്ല, നമ്മള് വ്ളോഗ് എടുക്കണം. എന്താ ചെയ്യാ? വാ കൊടുക്കണം. ഉണ്ടാക്ക്. ഇതിന്റെ പേരെന്താ? മണ്ടേ? കോയട. ഇത് കോയടാ. മണ്ടേതാ? ഇതോ? എന്ത് മാറ്റം? ഇത് കണ്ട മണ്ടന്റെ മാതിരി മണ്ട. അത് തേങ്ങ മനസ്സിലായി. അത് കോയി. ഒന്ന് മദാരസയാണ്, ഒന്ന് മധുരാണ്. പപ്പൂന് പറ്റൂല അപ്പൊ. ആ മതിയാവൂല. ആരാക്കിക്കോ. തേൻമുട്ടായി പപ്പൂന് പറ്റൂലേ. എന്തൊക്കെയാണ് ഇന്ന് കഴിക്കാനൊക്കെ? ഇന്നില്ല, സൺഡേ ആണ്. പഞ്ചസാര കഴിക്കാം. എന്നാ തേൻമുട്ടായി കഴിക്കാലോ. തേൻമുട്ടായി കഴിക്കാലോ. തേൻമുട്ടായി വേണ്ട, അത്ര വേണ്ട. ഈ പഴംപൊരി അല്ല, ഈ പഴംപൊരി ഇതല്ല അല്ലേ വലുത്? ഇല്ല, ഈ കനുണ്ടാവില്ല, തൂക്കണ്ടാവില്ല. മറ്റേ കട്ടിങ് ആണ്. പായല്ലേ? ഇത് വാങ്ങിനോ? ഓ, ഇതിപ്പോ എല്ലാം ഹെൽത്തി ആണല്ലോ. ഇതാക്കിയാളാ. എടുത്താ നോട്ടെ, കാലെടുത്താ. ഇതത്തെ പെണ്ണാണാ പോവാ. ഓ, സബ്സ്ക്രൈബ് ചെയ്തു നമ്മൾ മുസ്താഖിന്റെ വ്ളോഗ്. വ്ളോഗർ ഇവിടെ ഇല്ല, എന്നാലും നമ്മള് വ്ളോഗ് എടുക്കുവാണ്. കണ്ടന്റ് നമ്മൾ ആലോചിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മൾ എടുക്കാം, അല്ലല്ലേ? ഒരു കണ്ടന്റും ഞാൻ വെറുതെ ക്യാമറ എടുത്തിട്ട് കാര്യമല്ലോ. അപ്പൊ ഞങ്ങള് അത് പറയാം, നമ്മള് മിച്ചറും ചിപ്സും ഇതൊക്കെ വാങ്ങി ചായക്കുള്ള. കടന്റെ പേര് ലൈവ് ചിപ്സ് ആൻഡ് ഫ്രഷ് ബേക്കറി. ഇത് വരുന്ന സ്ഥലം വരുന്നത് ആലത്തൂർപ്പടി അങ്ങാടിയിലാണ്. നമ്മള് ബാക്കി സാധനങ്ങൾ വാങ്ങാൻ ബഡ്ജറ്റിലെത്തി കിട്ടും. ഇതിന് ബഡ്ജറ്റിക്ക് വന്നാണ്. ചപ്പാത്തി ഒക്കെ ഉണ്ടോ? ചപ്പാത്തി വേണോ? ഇതാണ് ചപ്പാത്തി വേണ്ട. ഇത് അതേപോലെ ഒന്നും ചൂടാക്കി മതി ജസ്റ്റ്. മറ്റേ ചപ്പാത്തി രണ്ടെണ്ണം മതിയാവില്ല. ഇതൊന്നിന് 4 ഉണ്ടാവുള്ളൂ. 5 ഉണ്ടോ? 6 കണ്ടില്ലേ? വൈഫൈ ഗെറ്റ് വേണ്ട. കുറച്ച് വാങ്ങിയാ പോരെ? അല്ലെങ്കിൽ ബ്രെഡ് വെച്ചാ പോരെ? എന്നാ ഒന്നൊരു ബ്രെഡ്. അതെന്ത് മാറ്റം നോക്കാം? ഫ്ലേവർ ഉണ്ടോ? എന്ത് മാറ്റം നോക്കാം? ഫ്രീ ഫ്രം കൊളസ്ട്രോള്. ഡേറ്റ് ഇതോ? ഇത് ഡേറ്റ് ഇടാ. 20 കഴിഞ്ഞതാ. ബ്രെഡ് ഒന്നും മതിയോ? മതിയോ? എന്നാ 2 എടുത്തോ. നമുക്ക് കഴിക്കാം. ആകെ തിന്ന് മരിക്കാൻ പോകും. നൂഡിൽസ് ആണോ? ചക്കപ്പായ ബർഫി. കൊറേ വരുന്നുണ്ട്. എന്ത് മറ്റേ ഫോൺ റെഡിയാക്കി പറഞ്ഞു കഴിഞ്ഞിട്ടാണ്
ഉള്ളിക്കെന്തല്ലോ എടുക്കാം. എന്താണ് ചാവട പോടാ. അത് നോക്കിയിട്ട് പറയും അവൻ പണ്ട് പത്തായ പോലെ എന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അതെ നല്ല പച്ചക്കറി നോക്കി എടുക്കുക. എല്ലാവർക്കും നാസായത് എന്നാലും മാബുവിന് വാങ്ങിയാൽ മതിയല്ലോ. ഇത് കുഴപ്പമില്ല, തിരക്കേടില്ല. കുഴപ്പമില്ല. അത് പിടിച്ചോ, അത് പിടിച്ചു വെച്ചാണ്. ഞാൻ പിടിച്ചോ. അത് മതിയാവോ ആക്ര? മതി മലയാളം പഠിച്ചോ? ഉപ്പ് ലൂസ് ഇട്ടില്ലല്ലോ. പെരിന്ന് കൊണ്ടുവന്നായിരുന്നു. മലയാളം പഠിച്ചല്ലോ. അന്നെ ട്രോളിലാണ് വെറുതെ കോണ്ടന്റ് ഉണ്ട്. റെസിപ്പി ആണോ ചേച്ചി? ചേച്ചിയുടെ റെസിപ്പി ചോദിച്ചാ അരക്കിലോ വേണ്ടില്ല, 1/4 കിലോ മതിയോ? 1/2 കിലോ മനസ്സിലാ എടുത്തോ. എന്താണ് 20 എടുത്തോ, 20 എടുത്തോ. ഉപ്പുണ്ടാക്കണോ? ഉപ്പല്ല 20 മുട്ട. 30 ഞാൻ പറഞ്ഞു, ഒരു പറ്റില്ല. ആ ഞങ്ങൾ ഓയിൽ നോക്കിട്ട് തരാം. നിങ്ങൾ നോക്കണ ചായപ്പൊടിയോ കണ്ണന്തേവണെന്ന് വേണ്ട. അല്ലേ കണ്ണന്തേവ എടുത്തോ. ആന്റെ ഏലക്കന്റെ ഫ്ലേവറിൽ ഉണ്ടാക്കി എന്നാ ഏലക്ക ഞാൻ കണ്ടല്ലോ. അവര് തൈരുമില്ല. എനിക്ക് കുറച്ച് തൈര് വേണ്ടി വരും, കാപ്പിപ്പൊടി വേണ്ടി വരും. ഇല്ല ടാറ്റന്റെ കോപ്പിയാ? എന്നാ കോപ്പി ആക്കണം. കോപ്പി ഉണ്ടോ? കട്ടൻ കോപ്പി കഴിക്കൂലേ? ചായ കട്ടൻ ചായ ഏലക്കായ ഉള്ള ആ അതല്ലേ. ഞാൻ ഏലക്കായ കയറാൻ കണ്ടല്ലോ. ലാഭായി. ഓയില് ഒരിവിടെ ഇപ്പുറത്തേ ഉള്ള പായലും പൂപ്പലും ഒട്ടുമില്ല. ഇത് സോസാടാ. അവിടെ 250 അല്ല 250 ഗ്രാമേ. ചെറുതാ, അതിന്റെ ചെറുതാണോ? അതാ വേണ്ടി അല്ലല്ലേ തോന്നത്തിനാ. ചെറിയ പാക്കറ്റില്ല ഇതിന്റെ ഓയില്. 500 ഉള്ളൂ. 2 വാങ്ങിക്കണോ? എന്നാ ഇനി എടുത്തോ. ആരെടുത്തോ? ആ തേക്കാം. അൽഫാം കിട്ടോ? മുളകും പൊടിയാണോ? മുളകും പൊടി അങ്ങനെ ചില അന്നെന്തിനാ ഇങ്ങനെ മുളകും പൊടി? ആ മാങ്ങ ഉപ്പിരി വാങ്ങട്ടോ. അന്ന് സീസൺ വേറെന്തേലും ആ കരി മയൺസ് പോലെ തരുമോ? ചാക്കറ അതിന്റെ കൂടെ ഇതുണ്ടാവില്ല, മയോണീസ് ഉണ്ടാവില്ല. അതിന്റെ കൂടെ മയോണീസ് പോലെ തരില്ലേ? പറഞ്ഞോടാ ചോദിച്ചാണ്ടി. ഉണ്ടോ? അപ്പം ഇതിനെ കൊട്ടട കൊട്ടട ആയില്ലോ. ബ്രഷ് വാങ്ങണ്ട. വേറെ പ്രശ്നം ഞാൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നം കൊടുക്കണ്ടോ? നല്ല കഴിച്ചിട്ടാ പോയി. തേച്ചു കുളിപ്പിച്ചാൻ പോലത്. പപ്പിന്റെ ഡവ് ആണല്ലോ, ഡവിന്റെ ഒപ്പ് ആയിക്കോട്ടെ. എടുത്തോ.
മൈൻഡ് ഇത് മറ്റേ ബർഗർക്ക് കയറ്റുന്ന ബ്രെഡ് കേൾക്കുന്നുണ്ടോ? ആ ജാമാണോ ബ്രെഡ്ക്ക്? ഏയ് വേണ്ട അല്ലെ ഒരു വരുമ്പോഴത്തേന് നമുക്ക് എന്തായാലും ജാമം കൂട്ടി അടിക്കുന്ന കുറച്ച് നേരം ഓലെന്തായാലും 7-8 ഓർക്കാണെങ്കിൽ. അപ്പോൾ വലുത് വേണ്ട, ഒന്ന് പൗഡറോ സ്ക്വീസോ നമ്മൾ നേരെ കഴിച്ചാണ് വെറുതെ. ജാമ് ജാമ വേണ്ട. എന്താ അവിടെ അസിൽ ബിസിനസ്. കുരുമുളക് പൊടി ചെറിയ പാക്കറ്റ് ഉണ്ടാക്കിയാ, ചെറിയ പാക്കറ്റ് ഉണ്ടാക്കിയാ. ആ ഉപ്പും വേണ്ടി വരും. വേണ്ട വാങ്ങാം, 50 രൂപയുള്ളൂ. ജെറാഡ് മാർട്ടിൻ വണ്ടി എന്തി പോവുകയാണ്. പട 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 കേ ബബാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റിൽ പർച്ചേസ് എന്ത് പാത്രകളെ പരി കുഴിക്കലും ഉണ്ടോ ഇല്ലത്. ആ ബിസ്ക്കറ്റൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കോ, വാക്കൊന്നുമില്ല. കമ്പനി വക എഴുതിക്കോ. ഓറിയോ നോ വേ. ആരപ്പതൊക്കെ ഇജ് നടന്നാ മതി. ബിസ്ക്കറ്റ് ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിട്ട് വാങ്ങി. ഇത് കൂട്ടലങ്ങാടിക്കല്ലേ വേറെ എടുക്കല്ലോ, കൊടുക്കണം കോടൂർക്ക്. ആ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ കേൾക്കാൻ നിർത്തുകയാണ്. നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഓക്കെ കട്ട് ചെയ്യോ. ഓട്ടത്തിലുള്ള പണിയാ തരില്ല. മൂപ്പരൊന്നും നമ്മുടെ ഓട്ടത്തിൽ വരും. നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞു. നമ്മളെ കോട്ടേജിലേക്ക് പോവുകയാണ്. കാക്കറോടെ എന്താ ബില്ല് അറിയോ? ബില്ലറിയോ? എന്തെങ്കിലും നമ്മൾ തന്നെയുള്ളൂ. എന്താ വിഷയം? ആക്കണോ അടിച്ചയാള് ഇവിടെ വേണ്ടിയോ? ഇടപെടണോ? ഉണ്ടോ? ഇതാണല്ലോ ഉള്ളു സാധനം. പിന്നെന്താ പിടിക്കപ്പെട്ടോ? ഏത് എന്താ സബ്ബൂഫറോ? നമ്മളെ ചെക്കന്മാരെ കാണാൻ എന്തിനും വിഷയം എന്തിനും പെട്ടെന്ന് കാണാൻ ഒരു ഫ്രീ കൂപ്പൺ ഉണ്ട് പറഞ്ഞു. പക്ഷെ നമ്മളത് ബില്ല് 1000 റുപ്യ ആയിട്ടില്ല. അപ്പൊ 1000 റുപ്യ ആയ ടീമുണ്ടേ ബില്ല് നമുക്ക് തരാറുണ്ട്. നമ്മുടെ പോലെ മനസ്സിലാ ആദ്യം കണ്ടപ്പോൾ കൊടുത്തു തരാം. മോൻ കണ്ടാണ്ട് മൊഗർ എടാ മറന്നാണ് ഞാൻ. ട്രെയിനിലൊക്കെ രസമാണ്. അതല്ല ട്രെയിനിലാണോ ഓർമ്മയുണ്ടോ? എന്ത് വാ ഒരു 1500 രൂപ ഇല്ലല്ലേ ചിരിച്ചൊക്കെ നോക്കിയോടെ. ഹലോ കല്യാണ്ട് പുതിയാപ്പിള വരുന്നുള്ളൂ. ഏത് മറ്റേ ഇങ്ങോട്ട് മാറിയോ? അവിടെ ഉണ്ടല്ലോ. അവിടെ വേറെ ടീമാ നമ്മൾ ചെയ്ത് ചെറിയ സാധനങ്ങൾ എല്ലാം ഹൈപ്പർ മാർക്കറ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല. 10 രൂപ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. 10 രൂപ അല്ല. എന്താ വെച്ചാല് 1/2 കിലോന്റെ ഉപ്പില്ല, 200 കാ കിലോന്റെ വെളിച്ചെണ്ണ ഇല്ല, ഓയിലില്ല. ഇതെന്ത് തേങ്ങയാണ്?
എന്നാ പിന്നെ എല്ലാ സാധനം കിട്ടും പറഞ്ഞു അവിടെ. കുരുമുളക് പൊടി ചേർത്തില്ല. അതൊക്കെ നമ്മളെ നാട്ടിൽ എല്ലാ സൂപ്പർ മാർക്കറ്റ് 10 രൂപയിലേ കിട്ടും. സൂപ്പർ മാർക്കറ്റ് ആകുമ്പോ എല്ലാ സാധനങ്ങളും കിട്ടണ്ടേ? അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ വലിയ വലിയ കടയിൽ കയറരുത്. ഞാൻ അപ്ലൈ പറഞ്ഞു പഠിച്ചിട്ട് കയറണം. ഞാൻ മാബൂലിട്ട് വാങ്ങിയാന്ന് പറഞ്ഞിട്ട് ചാർക്കോളൊക്കെ ABC പോയി കിട്ടൂലേ? ഏതൊരു അറിയാൻ കൂടെ നമ്മള് പോന്നേ പപ്പുനെ എടുത്താണ്ട് നിർത്തപ്പോ ഇപ്പൊ നമ്മള് നിർത്തിയല്ലോ എന്നാ ബേക്കറി എന്തിനാ അവിടെ നിന്ന് വാങ്ങി? ബേക്കറി ഒക്കെ കണക്കാ. നിർത്തിയല്ലേ നിർത്തിയിരുത്തേ നമുക്ക് കേസ് വേണ്ട. 10 വീട്ടിൽ കേസ് ഉണ്ടല്ലോ, നമുക്ക് പ്രശ്നമല്ലോ. 10 സൂപ്പർ മാർക്കറ്റില് ഒരേ സാധനം തന്നെ പല വിലക്കോൽ വിൽക്കാൻ പറ്റും. ഞാൻ അതല്ല പറഞ്ഞേ. പേടിച്ചിരിക്കണേ മുട്ട പൊട്ടിച്ചല്ലേ? മുട്ട അല്ല മുട്ട പൊട്ടിച്ചല്ലോ പറഞ്ഞില്ലേ? എത്ര മുട്ട? 22 മുട്ട. എന്റെ ആപ്പത്തിൽ തന്നെ പോവാ. നടക്കാനാണ് എന്താ നമ്മൾ ചെയ്യാ? മാപ്പ് നോക്കിയൊന്നു പണിപാടി ഇന്നാളത് എടുക്കോ പാടി ഇതേപോലെ ചേച്ചിയെ പോകുമ്പോഴത്തേക്കും ബ്ലാക്ക് ടിയർ എന്തോ ഞാനെന്താ ചെയ്യാ? എന്നാ ചെയ്യാൻ മുടിയും? ഇറങ്ങി പോലെ കേടാ. ഞാൻ ആ വീഡിയോയിൽ എങ്ങനെ കണ്ടു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിർത്തിയാണ്ട് കുറച്ച് ഇതിൽ കൂടെ നടന്നോണേ. എന്തൊക്കെ നടന്നോളെ ഇടാ ഇതന്നെയാണ്. ആ കാക്കാണ്ട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ അയച്ചില്ല. അതെങ്ങനെയാണ് ഫോൺ കൊടുക്കണില്ല. വിളിച്ചോട്ടെ. ഉത്തരവാദിത്തല്ലേ തേങ്ങ തിരിക്കേ നീ ഫയാനാവോ? ശരി ലാസ്റ്റ് കഴിഞ്ഞോ? പരി നിർത്തുക. ഞങ്ങൾ 2 റൂം എന്നാ മതി അടുക്കള. അതാണോ? അവിടെ പേരുണ്ടാക്കുന്നുണ്ട്. ഇറങ്ങിയേക്കാം ഇറങ്ങിയേക്കാം. അങ്ങനെ 2 മൂഞ്ചി. ഐഫോണും മൂഞ്ചി, ആൻഡ്രോയിഡ് മൂഞ്ചി. അതെ ഏകദേശം എത്തി നമ്മള്. വേറെ റോഡിലൂടെ കേറി പോരും. ആ റോഡ് തന്നെയാണ്. നമ്മള് പറഞ്ഞ മുറ്റത്തെത്തി. ഇതേതോ കപ്പളറിയാൻ ഒരാവശ്യം കണ്ടപ്പോഴേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായി പോയത്. ഏതോ തറവാട്ടൊക്കെ എത്തിയാണ് കേട്ടോ. എവിടെയാണോ? കൊറേ മാവും മൂച്ചിയും നല്ല രസമുണ്ട് സ്ഥലം. പീസ്ഫുള്ളായ സ്ഥലം ആണ്. ബാക്കെടുത്തോളി കേട്ടോ, ബാക്കെടുത്തോളി. ഞാൻ ആൻഡ്രോയിഡ് മൂഞ്ചിൽ പറഞ്ഞാണ് കൊണ്ടുവന്നതാ. ചിറിച്ചാണ് അതിനുള്ളിൽ നിന്നാണ് തിരിച്ചാണ്ട് ബാക്കേറി തിരിച്ച് ആൻഡ്രോയിഡ് ഒരാളത്
തിരിച്ചു വിളിച്ചു അവിടെ തന്നെ ആ ഭാഗത്തേക്ക് എന്ത് മാസ്ക് പറഞ്ഞു ആജിറോഡല്ല മാപ്പ് റെഡി അല്ല മാപ്പ് വിട്ടുന്ന മാപ്പിൽ അവിടെ തെറ്റില്ലാന്ന് പറഞ്ഞേ ഇതില് പൈ തെറ്റിക്കണ ആരുണ്ട് മുസ്താഖൊന്നും ഇല്ല കേട്ടോ പ്രശ്നം ഏത് ആജിറോഡോ ഏത് റോഡോ ആ ഒടുക്കണോ ആജിറോഡല്ലേ നമ്മള് കേറിയേ ആ ആജിറോഡിന്റെ നേരെ അടിയിലുണ്ട് അല്ല ഇവിടെ തന്നെയാണ് നമ്മള് വന്നുകൊടുത്ത് അവിടെ ആ മറ്റേ ആജാക്കരനോടെ നമ്മള് കേറിയില്ലേ എനിക്കറിയില്ല കുയ്യാടിയോ തട്ടം തന്നെ അങ്ങോട്ട് തന്നെ എടുക്കല്ലേ വട്ട യെസ് അങ്ങനെ എടാട്ടപ്പാറ കോട്ടേജിലേക്കുള്ള ദുരൂഹത നിറഞ്ഞ വഴികളിലൂടെയാണ് മലപ്പുറത്തുണ്ട് നമ്മളിപ്പോഴാണ് കാണുന്നത് കേട്ടിട്ടുള്ളേ എക്സ്പ്ലോർ മലപ്പുറം ബോക്സൊക്കെ വേറെ പറഞ്ഞു പോകുന്നല്ലേ കാറ് വരണം കാറ് വേറെ പ്രശ്നമല്ല ഞാൻ വീഡിയോ കണ്ടിരുന്നു അതില്ലോ മെല്ലെ മെല്ലെ അവിടെ കൊണ്ടാണേ പൊട്ട റബ്ബർ തോട്ടം ഇല്ല എന്ത് തോട്ടാണത് കാട്ടിലെത്തിയല്ലേ കോട്ടച്ചെണ്ടില്ലേലും തൊടുത്താണ്ടേ കോട്ടേജ് ഫോക്സിൽ കോട്ടേജ് ഡാം ഉണ്ടാക്കിയേ മാഷോട് വരാ ഇടയ്ക്കൊന്ന് പൊട്ടിച്ച് മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ കുടിവെള്ളത്തിന്റെ ഹലോ ഒരു കട്ട് റോഡ് കൂടെ ഇങ്ങനെ പോരല്ലേ കട്ട് റോഡ് റോഡല്ലേ നിർത്താൻ സ്പേസ് ഉണ്ടോ ആ ഈ വണ്ടി എവിടെ നിർത്താ ഇല്ല ചോദിക്കാം എത്തണുള്ളൂ ഏകദേശം ഇപ്പൊ കട്ട് റോഡ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ആ എൻ്റെ ഇതിൽ റോഡ് അവസാനിക്കുമല്ലേ ആ ഓക്കെ അങ്ങനെ ഫഹദാണോ ഡോക്ടർ ഫഹദിനെ അറിയോ കുന്നേറ്റിയോ റോഡ് അവസാനിക്കുമ്പോൾ അവസാനിച്ചു തന്നെ അപ്പൊ വീഡിയോ എടുക്ക എടുത്തോട്ടോ ഓന്റെ വലിയൊരു സാധനം ഇത് പിടിച്ചേ എന്റെ കയ്യിൽ സ്പേസില്ല കൂലിപ്പണി രാജൻ കൂലിപ്പണി അങ്ങോട്ട് അടിക്കണോ അപ്പോഴൊക്കെ അങ്ങോട്ടും പ്രശ്നമില്ലല്ലോ അല്ല ഇവിടുന്ന് അങ്ങോട്ട് നടക്കാളോ അപ്പൊ തെറ്റിയല്ലോ വഴി മുട്ടിയ കേരളം വഴി കാട്ടാൻ അപ്പൊ തിരിഞ്ഞു നോക്കും വഴി കാണിക്കട്ടോ ലേറ്റ് അങ്ങോട്ട് പോണേ ഹലോ കാക്ക കളിച്ചിട്ട് എടുക്കപ്പോ സീനാണ് സംഭവോ ഉസ്താഖ് എങ്ങനെ 10 മണിക്ക് വരിക അപ്പൊ ഞാൻ ആലോചിക്കണേ രണ്ടാമത്തെ പാറകൾക്കിടയിൽ ഇവിടെ നടക്കണം എന്താ ഏതോ വെള്ളം ചാടുന്ന കൊണ്ടേക്കുണ്ട് ആക്ര
കുറുമ്പി അത്ര ഒങ്ങിയല്ലേ? നമ്മള് പണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ കൂടാണ്ട് പ്രവേശിക്കരുത്. നമുക്ക് അനുവദിണ്ടല്ലോ. അവനെ വിളിച്ചോണെങ്കിൽ അതിലായിരുന്നു വിളിച്ചോ. അങ്ങനെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഇങ്ങോട്ട് വിളിച്ചാൽ നിൽക്കണോ? എങ്ങനെയുണ്ട്? വിളിയോനെ ആർക്ക്? ആ ചങ്ങായിക്കോളി ഓനെ വിളിക്കണേ. ഓമ്പടെ പൂട്ടിട്ട് വിളിക്കണേ. എന്നാ വിളിക്ക്, ഓനെ വിളിക്ക്. ആ ലാസ്റ്റ് വിളിച്ചാ അമ്പർക്ക് വിളിച്ചാ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇവിടെ ഉറങ്ങാതല്ലേ? അപ്പൊ കിച്ചണോടെ താക്കോല് തപ്പിടുത്തോ ഒരു ദിവസത്തിന് ഞങ്ങള് കേറുണ്ട് കേട്ടോ. കീ ഇവിടെ മുകളിൽ തന്നെ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ നമ്മള് കുറെ കണ്ടോ? എത്ര ഇടക്കിടക്ക് ചാവി കിട്ടി. എന്താ സോ വായിക്കതാ നടന്നു പോലെ. ഇതിപ്പോ ടെക്നോളജി വളർന്ന കാലം അതുകൊണ്ടല്ലോ അല്ലെ നമ്മൾ ഇതിലൂടെ നടന്നു വരില്ലേ? ഹലോ ഹായ് കുക്കിയാണ് പോരില്ലേ? ഹലോ ഹായ് എന്ന് പറയണ്ടാവില്ല, ഓയ് ഓയ് എന്ന് വിളിച്ചിട്ടുണ്ടാവും. ഹലോ ഹായ് പിന്നെ നീരാട് ഏത് മൂഡ് മൈക്ക് കുടിച്ചാ എന്തോ ഒരു ചെറിയ വെള്ളം ചാടുണ്ട്. ഇതിലെങ്ങനെ ഇറങ്ങിയാണ്ട് അതിലങ്ങനെ കയറിയ നേക്കുണ്ടാവും. നോക്കാം. ഡാം കേറപ്പോ മൈക്കുന്നാ പള്ളം വെച്ചാ കിടന്നുറങ്ങിയോ? പൊടി വാരിപ്പിച്ചല്ലേ? ഇന്നലെ ടീമുണ്ടേ. ഹലോ, ഉപ്പോടല്ലോ? നമുക്കറിയാലോ. ഇല്ലട്ടോ ഇവിടെ പാട്ടും ബോക്സും കൊണ്ട് പോരാ. അടുത്ത് പോരാ. ഇവിടെയല്ലേ ഇതെങ്ങനെ മേലേക്ക് നടക്കില്ല ഡാം പറഞ്ഞല്ലേ? ചാടാൻ പറ്റിയതല്ലോ. ഇവിടെ ടൗൺസറൊക്കെ മതി. ചെണ്ടിമലാണ് നടക്കും. കത്തിച്ച മണ്ണെണ്ണ മതി മതി. അപ്പോൾ നമ്മൾ ബാബു ആണല്ലേ, നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. സവാസാറ വക കട്ടൻ ചായ. ചായ ആറ്റി അടിച്ചത് ഇപ്പൊ തന്നെ അടിച്ചാണ് ചായ ഉണ്ടാക്കണത്. പച്ചവെള്ളം ആറ്റുന്നോ? എനിക്ക് 1 2 3 ചായക്ക് ഗ്യാസില്ലേ? എന്തെങ്കിലും പുസ്തകം വിളിക്കാം. ഗ്യാസ് കഴിഞ്ഞോ? നമ്മളിത് ഇവിടെ കൊടുക്കാം നമുക്ക് സംഭാവനയായിട്ട്. അടുത്ത ആൾക്കാർ വരുമ്പോ ഉപയോഗിക്കട്ടെ അല്ലേ? കുട്ടനെ വിളിച്ചാ മൈദയും കുറച്ച് പൊരിച്ചാക്കി. സാധനം നാരങ്ങ. ഇതെന്താ? കുട്ടനോട് മൈദ പയമ്പൊരി പൊരിച്ചാണ് പൊതീന മിന്റിലേയും അടിക്കാളെ മിക്സി ഉണ്ടോ? ഉപ്പ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം. ആ ഉപ്പ് വേണ്ടല്ലോ സിവിനെ വിളിച്ചാണ്ട് വെറ്റ ഒരു മയ്യറ്റിട്ട് കുറച്ച് തേങ്ങ. നമ്മളൊന്ന് നീരാടാൻ പോവേ. ഒന്നുകൂടി റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ചാടിച്ചിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാം. വിത്തോട്ടോ കുറച്ച് വിത്തുണ്ട്, അളക്കാത്ത വിത്തുണ്ട്. പ്രശ്നമില്ല. ബബ്ബു വിത്തോട്ടാണോ? അപ്പൊ മധുരണ്ടോ? അവിടെ വെച്ചളാ, വിത്തോട്ട് കൊടുത്തളാ. അഡ്വാൻസ് ഞാൻ എഴുതിയില്ലേ? ആ ഇതിനെ പേടിച്ചേ
എന്റെ പൈസ കിട്ടിയോ നാട്ടുകാർ മൊത്തം അറിയും. അങ്ങനല്ല പപ്പുന്റെ പൗതി ചുമക്ക പൗതി ഞാനും വെക്കാം എന്നാ ഡാൻസ് ആയില്ലേ ജെറാഡ് മാർട്ടിൻ ചായയോ? ചെറിയ മതി മതില്ലേ? ചെറിയ ഉണ്ടായിക്കോട്ടെ. നല്ല രസമല്ല പ്രതീക്ഷയുടെ അമിതാകാരം മാറ്റി വെച്ചിട്ട് കട്ടഞ്ഞായല്ലേ? അതിൽ 10 രസം പറഞ്ഞേ. എലയിച്ചേണ്ടേ രസമില്ല. നമ്മളെന്നാലേ ചായപ്പൊടിയില്ല, വേറെ ചായപ്പുണ്ടോ? ചപ്പിന് വെയിറ്റ് ചെയ്യാം. പൊതിനൊക്കെ അടുത്തി കുടിക്കാം. അടുത്തി അടിച്ചോട്ടെ പോയി ബാത്തിനേറ്റ് കൊടുത്ത ബേട്ടാ. കടി ഒട്ടിച്ച് എന്താ ചൂടോടെ നിസ്കരിച്ചോ? പോയി നിസ്കരിച്ചോ? നീ കുലുക്ക് വേണ്ടെങ്കിൽ അടിച്ചാ ഇത് കുടിച്ച് കഴിയുമ്പോത്തിന് ചായക്കണോ? എന്നാ പറയ്. ഓപ്ഷൻസ് കൂടി അടിയേക്കാൻ ഇല്ല, 2 പേർക്ക് ഓൾറെഡി ഇവിടെ കൊറേ സാധനം വെറുതെ വാങ്ങണ്ട. അടുത്ത ടീമിനോട് പറയാണ്ട് കാര്യമില്ല, പറയണം. എന്തുപടി പാൽപ്പൊടി ആൾക്കാർ തെറ്റിയടിക്കും. ചായ കേട്ടോ ചണ്ടിണ്ടാവും. അതിലുണ്ടോ? ഇത് മധുരമില്ല. ആ മധുരം വേണ്ടല്ലേ? ഇത് മധുരം കുടിച്ചാൽ മതി. കടി ചിപ്സ്, ബനാന ചിപ്സ് നിങ്ങളല്ലേലും. അപ്പൊ ഞങ്ങള് ഇതാ അങ്ങനെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചൊരു ചായ കുടിക്കട്ടെ. അടികൂടെ അങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. കുറച്ച് ആസിൽ ഇവിടെ ചാടും. ഇവിടെ ചാടാൻ പറ്റില്ലടാ, അങ്ങനെ പ്രശ്നമുണ്ട്. പൊളിഞ്ഞാടോ എന്റെ ഫോണോടെ അവിടെ അപ്പൊ എടുത്തോ. ഞാൻ അങ്ങനെ എടുക്കാ പറയേ. ചിപ്സ് അല്ലേ വേണ്ടി? ക്യാരം ബോർഡും വെച്ചാണ് തൽക്കാലം മതി. കോളത്ത് വിടണ്ട. എന്താ പറയാ? അതെന്തെല്ലാരും അതല്ലോ. അപ്പൊ വേറെ ക്യാരം ബോർഡുകള് അങ്ങനെ അടിച്ചിട്ട് റൂമാണ്. ഇവിടെ കാറ്റിടും. അപ്പൊ വളക്കിടും. വളക്കിടാൻ പാടില്ലോ. എപ്പം കൊള്ളില്ല. കുറെ പേരുണ്ടാവോ? CCTV ഉണ്ട്, തെളിവുണ്ടാവും. വന്നാല് ഇത് നോക്കണം. പഠിച്ചോണ്ട് പ്രാർത്ഥിക്ക്. കത്തട്ടെ. 300 രൂപ തണുത്ത്